ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിംഗിന്റെ ഒരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. രാവിലെ പണി ശകലം മുറിഞ്ഞു കേട്ടോ. ശകലല്ല കേട്ടോ, കുറെ ഏറെ മുറിഞ്ഞിട്ടുണ്ട്. ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ട്. ബ്ലഡ് ശരിക്കും വന്നു. ഞാൻ പിന്നെ ഐസ് കട്ടയൊക്കെ വെച്ചു. വെറ്റാൻ്റെ ഓയിൻമെന്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് സെറ്റാക്കി ചുറ്റിയൊക്കെ വെച്ചു കേട്ടോ. പക്ഷേ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു കാലിങ്ങനെ ആയിപ്പോയില്ല. അല്ലെങ്കിൽ എൻ്റെ കൈ മുറിഞ്ഞടിയെന്നും പറഞ്ഞ ഒരു മാസത്തേന് എനിക്ക് ലീവ് എടുക്കായിരുന്നു. എനിക്ക് അതിനകത്ത് നിക്കാൻ പറ്റുന്നില്ല. പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചെയ്തു ചേട്ടാ എനിക്ക് ഒരു മുട്ടം പണി തന്നിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വെറുതെ കാശ്. 1-ാം തീയതി ആയിട്ട് അമ്മ ഇന്ന് ആരെയാ കണിയണ്ടേ? മൊത്തത്തിൽ പണിയാ. കുട്ടിശോധ കണി കണ്ടവന്റെ തല പൊട്ടി തെറിക്കണ്ട. വേണ്ട, ആരെ കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ആരെ കണി കണ്ടില്ല. അപ്പൊ അപ്പനും മകളും അവിടെ നിന്നുകൊണ്ട് എന്താണ്ടൊക്കെ വർത്താനം പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടായുടെ അവിടെ പോയപ്പോ കുട്ടായ കുറച്ച് ചെടി തന്നു വിട്ടിട്ടുണ്ട്. അതിലൊരു ചെടിയെ പൂട്ടിട്ടുണ്ട് വാങ്ങാൻ. അതിലേ വന്നു രസമല്ലേ? കണ്ടോ? നല്ല രസമില്ലേ? അയ്യോടെ, ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. അത് കുട്ടായി നല്ല മല പോണക്ക് ഇങ്ങനെ ശരിക്കും നട്ട് ഇങ്ങനെ പിടിപ്പിച്ച് നല്ലതായിട്ട് നിൽപ്പുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് നട്ടിട്ടുണ്ട്. അത് ഓരോന്നോരോന്നൊക്കെ കുഞ്ഞായിട്ട് പിടിച്ചു വരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ എടി അടുത്ത ആഴ്ച പൂ ഇടൂന്ന് കൂട്ടായി പറഞ്ഞു വിട്ടപ്പോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിപ്പോ സുധാമ കണ്ടാ വേരോടെ പൊഴിച്ചോണ്ട് പോയാലേ. നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്തായാലും അത് ആവുമ്പോ അത് രണ്ട് കണ്ടുപിടിച്ചോണ്ട് പോയാൽ മതി. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നല്ല അടിപൊളി വിശേഷങ്ങളാണ്. നല്ല സൂപ്പർ വീഡിയോ ആയിരിക്കും. നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും, എനിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ പോയാലോ? ഓക്കെ. ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. കടച്ചൊക്കെ ഉച്ചക്കത്തേന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ. ഇഡ്ഡലിക്കുള്ള മാവ് സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഉണ്ടാക്കിയാൽ മതി. കണ്ടോ, പുറത്ത് കണ്ടോ, മഴ കണ്ടോ? അപ്പോൾ ഇവനെ ഒന്ന് സെറ്റാക്കട്ടെ. ഇവിടെ എന്നാ കൊച്ചുമകളും അമ്മച്ചിയമ്മയും കൂടെ പരിപാടി? എന്റെ അമ്മേ കൊല്ലി. ഇതാ കൊറേ നേരമായിട്ട് ജാനീനെ അങ്ങോട്ട് കാണാത്ത കേട്ടോ. അങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ഇച്ചിരിച്ച എടുക്കൂന്നറിയാം. പുട്ടിങ് തിന്നാട്ടോ, പുട്ടിങ്. എന്റെ ദൈവമേ, എന്നെ ഇവിടെ പരിപാടി? ഇതെന്നാ സാധനോ? കടച്ചക്ക മൊത്തം പച്ചക്കറി. എന്റെ അമ്മോ, സാമ്പാർ വെജിറ്റബിൾ സൂപ്പാണ്. വിച്ചു ഇന്നലെ ഉഷാമ്മയുടെ രണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നതായിട്ട്. സാമ്പാർ എന്നിട്ട് എത്ര നാളായെന്നറിയാവുന്നു. തിന്നാണത് ഇത്ര വേണ്ടെന്ന് ഞാനും ഓർത്തു. കഴിഞ്ഞോ? തിന്നാതെ കളഞ്ഞോ? മടിയുണ്ടെന്ന് തോന്നി. എന്നിട്ട് അവള് പതുക്കെ പറഞ്ഞ കേട്ടോ തിന്നെന്ന്. ഞാൻ പറയുന്നത് എനിക്ക് സൈഡ് വെച്ച് തിന്നോണ്ടാ മതി. എന്റെ പാപ്പൂന്ന് വരും. അതാണ് എന്റെ ഭാര്യനെ അടിച്ചെന്ന് ചോദിച്ച്. ഇന്നലെ നമ്മൾ ആരുടെ വീട്ടിലാ പോയെ? തമ്പുരു. നമ്മളിന്നലെ എവിടെയാ പോയെ? തമ്പുരു. വായിലുണ്ട്, വായിൽ കിടക്കുവാന്നു തമ്പുരു. ഇന്നലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോ തമ്പുരു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പോയത് പോട്ടെ. അപ്പൊ ഇന്ന് പച്ചക്കറി മാത്രം മതിയോ? മതി, മതിയല്ലോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. പപ്പ എനിക്കൊരു ഓട്ടം പണി തന്നു. കാണിച്ചു തരാം. വെയിറ്റ്, ചൂരാൻ പോലെ ഒരു കമ്പനിക്ക് ആ മുട്ടം പണി നമുക്ക് കാണിക്കാല്ലേ? ചില്ലറ പണിയാണോ? എന്നാ ഒരു 2-3 ആണ് എങ്ങനെയും നോക്കാം. കാലത്ത് നമ്മുടെ കൈ കൈ സ്ഥലം മുറിഞ്ഞ ഞാനിങ്ങനെ പ്ലാസ്റ്റർ വെച്ചിട്ട് വിരല് ഓറ കെട്ടിട്ടേ കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇതാകാൻ വേണ്ടി ഇനി ഇവനെ മൊത്തം പൊളിച്ചെടുക്കണം. പൊളിക്കണോ വെട്ടണോ? ഈ കറുത്ത പാണ്ടി ഇങ്ങനെ ഇരിക്കും പൊളിച്ചില്ലെങ്കിൽ. പൊളിക്കാൻ പറ്റുമെങ്കിൽ പൊളിച്ചേക്കാം അല്ലേ? അല്ല, എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഭംഗി നോക്കണ്ട, അമ്മയ്ക്ക് പറ്റുന്ന. ഇവന്റെ പേരെന്നാന്ന് ചോദിച്ചാ കേരള കരിമീൻ. കരിമീനാണിത്? ഇതിന് ഗൾഫിലൊക്കെ എല്ലാരും പറയുന്ന കേരള കരിമീൻ.
കമന്റ് ഇട്ടേക്കണം കേട്ടോ. നമ്മുടെ ഇവിടെ നാട്ടിൽ ഫിലോപ്പിയ എന്ന് പറയും, പിലോപ്പിയ എന്ന് പറയും. അവിടെ പിലോപ്പി എന്നാ പറയാ, പിലോപ്പി. ഫിലോപ്പി അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇവനെ മുള്ളൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് നല്ല സെറ്റപ്പ് സ്റ്റൈലിൽ ഇങ്ങനെ വെച്ചിട്ട് ലുലുമാളി പറയുന്നത് കേരള കരിമീൻ. നല്ല ടേസ്റ്റ് ആട്ടോ, ടേസ്റ്റാ സംഭവം. എത്ര രൂപയാണല്ലോ ഇത്ര സാധനത്തിന്? അറിയാതെ എന്റെ അമ്മേ 2 കിലോ 3 കിലോ കണ്ടാ തോന്നുന്നത്. അപ്പൊ എന്തായാലും ഞാൻ പോയി അവനെ ഒന്ന് വെട്ടി സെറ്റാക്കി കൊണ്ട് വരാം. ഓക്കെ. ഓ കാനാനീനെ വിളിച്ചോണ്ട് പോയെന്നുണ്ട് കേട്ടോ. പനിയാണോ? കാനാനിക്ക് പനിയാട്ടോ. അവിടെ പോയി വിളിക്കുന്നുണ്ട്. ആര്യൻ ചേട്ടൻ കയറി വരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടാ. അവനാ പാത്രം തരാൻ വേണ്ടി വന്നാ കഴിഞ്ഞ സുണ്ണിയപ്പം കൊണ്ടുപോയെ. ചേട്ടൻ വരുന്നുണ്ടല്ലോ. അമ്മോ എന്താ സന്തോഷം ജാനിയുടെ. അവൻ നേരത്തെ എണീക്കാതെ സ്കൂളിൽ പോയല്ലോട്ടോ. നീ മനഃപൂർവ്വം കിടന്നുറങ്ങിയതല്ലേടാ അല്ലേ? എണീറ്റില്ലേ? കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അതിന്റെ അവള് പോവാണ്ടിനെ അതറിയത്തില്ല കേട്ടോ കൊച്ചിന്. ആണോ? അമ്മ വിളിച്ചില്ലേ നിന്നെ സ്കൂളിൽ പോവാൻ? ആണോ? അപ്പൊ ഇന്നത്തെ ടീച്ചറിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു കള്ളൻ. എന്നാടോ അങ്ങനെ നമ്മുടെ ഫിലോപ്പിയ ഈ ലെവലെത്തിയിട്ടുള്ളൂ കേട്ടോ. ഗ്യാസിൻ്റെ അടുത്തോട്ടൊന്നും ഇത് കൊണ്ടുപോകരുതെന്ന് ഫോണൊക്കെ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിക്കുന്നവരെ കണ്ടുണ്ടാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഒത്തിരി മാറ്റിയാണ് പിടിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ചെയ്തേ കാണുമ്പോൾ ഒരു പേടി. അപ്പം പടപെട്ടാന്ന് ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഞാൻ അവർക്ക് ചോറ് കൊടുക്കട്ടെ. പാപ്പുവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ പോയി കേട്ടോ. അയ്യോ കാശ്. അയ്യോ ഇതിനെ ചൂത്തറോ? ഇത് നല്ല ചൂത്തറാണല്ലോ. എന്താ ബലൂണ് പോയി എടുക്ക്. ആരാ ബലൂൺ മേടിച്ചോണ്ട് വന്നേ? ആരാ നീ ബലൂൺ മേടിച്ചേ? ആരാ ബലൂൺ തന്നേ? പതിയെ പറയുന്നത് ഇവള് വില്ലത്തേടെ വില്ലത് കേട്ടാ. രമയുടെ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ചേന കൊണ്ടുവന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് സജി വന്നിട്ടുണ്ട്. അപ്പോൾ സജിയെ കൊണ്ട് മുറിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെ ഞാൻ മുറിപ്പിച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ കണ്ടോ? അപ്പോൾ സജി മുളയൊന്നും കളയാതെ നല്ല ക്ലിയറായിട്ട് മുറിച്ച് സെറ്റായി തന്നിട്ടുണ്ട്. 3 എണ്ണത്തിൻ്റെ മുള കണ്ടോ കണ്ടോ. ഇനി അവൻ നടേണ്ട വിധമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ സന്ധ്യ ആയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നട്ടും കൂടെ തന്നേനെ. അതാണ് സജി. ഏതായാലും നാളെ നമുക്ക് നടാം കേട്ടോ. ആരാ അപ്പം അത്? ചേട്ടാ. പിന്നെ ആരാ? കന്നാനി. ചേട്ടാ കന്നാനി. അപ്പോൾ അവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇഞ്ചി മഞ്ഞളും ഒരു ശകലം ഇഞ്ചിയും മഞ്ഞളും ഒരു 3 ചേനവിത്തും കിട്ടിയിട്ടുണ്ട് നടാനായിട്ട്. പക്ഷേ അമ്മയുടെ കൊണ്ടുവന്ന ചേനവിത്ത് കേട്ടോ. അപ്പോൾ എന്നാൽ അതൊന്ന് നട്ടു വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പം വേണ്ടേ സാറാമ്മ ഇറങ്ങിയിട്ടുണ്ട്. സാറാമ്മ ഉറങ്ങാൻ പോയ സാറാമ്മയാണ്. ഇതേ വരുന്നു 2 എണ്ണം. വേറെ 2 കുട്ടിപ്പട്ടാളങ്ങൾ തേണ്ട വരുന്നു. പനി പോയോ കല്യാണി? ഇത് തിന്നാതെ ബൗൾക്കണോ എൻ്റെ അമ്മേ? എൻ്റെ മണം പോലും ഇഷ്ടമില്ല. ബൗൾക്കം അല്ലേ? പിന്നെ അടിപൊളി കർഷകശ്രീ വീഡിയോയിലോട്ട് പോകട്ടെ. ഞാനിന്ന് ഇച്ചിരി കൃഷിപ്പണിയൊക്കെ ചെയ്യാൻ പോവാണ്. ആരും കൂട്ടാ അമ്മയ്ക്ക് എടുത്തോണ്ട് നിൽക്കാൻ പറ്റിയല്ല. അമ്മ നട്ടു വെക്കട്ടെ, കയറി പോക്കോ. ഉഷമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ചേന ഇതാണ് കേട്ടോ. സജിയെ കൊണ്ട് ഞാൻ മുറിപ്പിച്ചൊക്കെ വെച്ചു. പിന്നെ ഇത് താഴത്തെ ചേച്ചി എനിക്ക് തന്ന മഞ്ഞളാണ്. ഇത് ചേട്ടായി മേടിച്ചുകൊണ്ട് വന്ന ഇഞ്ചിയാണ്. 100 രൂപയുടെ ഇഞ്ചിയാണ് ഇത്. കൊണ്ടോ എന്തേലും ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് എന്തേലും ഇഞ്ചി ഉണ്ടായിരുന്നു നേരത്തെ ഞാനിവിടെ നട്ടു വെച്ചത്. പക്ഷേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് നമുക്കിപ്പോൾ ശാലം പോലും ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇനി ഇത് നട്ട് വെച്ച് നമുക്ക് പെരുപ്പിക്കാം അല്ലേ?
പിന്നെ എൻ്റെ 3 മൂട് ചേന ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 3 ഈ സൈഡിൽ ഇങ്ങനെ അങ്ങ് നട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ച് ചപ്പൻ്റെ വെട്ടിയിടാം. ഇഞ്ചി അപ്പുറത്ത് നട്ടു, മഞ്ഞൾ ഇപ്പുറത്ത് നട്ടു. അപ്പടി കള കിളുത്ത് കേട്ടോ, ഭയങ്കരമായിട്ട് കള കിളുത്ത് കിടക്കുക. ഇനിയിപ്പോൾ മഴ കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. മഴ കഴിയുമ്പോൾ ഒന്നുകൂടെ ഇത് നമുക്ക് അരയിൽ നിർത്തി ഒന്നുകൂടെ വെട്ടി കിളപ്പിച്ചിട്ട് എന്നേലുമൊക്കെ നടാം, വാഴയോ ഒക്കെ നടാം. ഇപ്പം തൽക്കാലം നമുക്ക് കൈ കിട്ടുന്നതൊക്കെ ഇങ്ങനെ നടാം അല്ലേ. അപ്പം ഞാൻ നട്ടത് കാണിക്കാം കേട്ടോ. വേണ്ടേ, എന്നിട്ട് കൊന്നച്ചോറും വെട്ടി വെച്ചു. 3 മൂടി ചേന, ഒരു കുഞ്ഞി തടം ഇഞ്ചിയും കുഞ്ഞിത്തടം മഞ്ഞളും. ഇനി ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. 2 3 4 തന്നെ എണ്ണുമായിരുന്നു കേട്ടോ. പോയി നിന്നുകൊണ്ട് പൂമ്പാറ്റനെ എണ്ണ 1 മതി. 1 2 3 എണ്ണ. അയ്യോ കൊച്ചിൻ്റെ പെണ്ണെന്തേ, കൊച്ചിൻ്റെ വാവ. കൊച്ചിയുണ്ടോ അവിടെ? എൻ്റെ അമ്മ, കൊച്ചിൻ്റെ വാവ എന്തേടി ബേബി? പാവം ബേബിയെ കണ്ടില്ല. ഷോ ബേബി അവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അയ്യോ ശുണ്ടിരി ബേബിയോ. അവളെ ഒന്ന് വാവ ഉറക്കിക്ക, എടുത്തോണ്ട് വന്ന് ബേബിനെ ഒന്ന് ഉറക്കിക്ക, പാട്ട് പാടി എടുത്തോണ്ട് വാ. പാവം ബേബി. എനിക്ക് പുതപ്പെടുത്തോണ്ട് വരട്ടെന്ന് കേട്ടോ, ബേബിനെ ഉറക്കാൻ വേണ്ടി. അയ്യോ പാവം ബേബി. ഉറക്ക, ഇതൊക്കെ അടുത്ത് ഉറക്ക. പാട്ട് പാടി കൊടുക്കണേ, പാട്ട് പാടണേ. പാവം ബേബിയോ കേട്ടോ. എൻ്റെ ചെയ്യുമേ, അവൾക്ക് മൂടി കിണക്കാതിരിക്കാനാണോ? പോയോ? കണ്ടില്ല യൂന്തി ബേബി? ഏതാ യോ എന്തിയേ കരയും കണ്ട ബേബി? ചൂന അമ്മേനെ കണ്ടില്ലേ, എൻ്റെ ചൂന അമ്മേനെ കണ്ടില്ലേ എന്ന് പറഞ്ഞു. ഇതേ ഉണ്ടല്ലോ ഇതിനടി. കണ്ട് വാവ ഇറങ്ങിയ അപ്പിട്ടോ? അയ്യേ അപ്പിയിട്ടെങ്കിൽ കൊണ്ട് കഴിക്ക്. അയ്യേ ഞാണക്കേട്. ശേ എന്നാ അവളെ കുളിപ്പീര്. ആടെ അടിക്കല്ലേ ബേബിയെ, പോവല്ലേ. കുളിപ്പിച്ച് എങ്ങനെയാ ബേബിയെ കുളിപ്പിക്കുന്നേ? ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തേ, പൊട്ടൊക്കെ തൊട്ട് കൊടുത്തേ ബേബിക്ക്. ബേബിക്ക് തരാൻ പൊട്ടോ? അയ്യോ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാ. എൻ്റെ മാതാവേ, എൻ്റെ മാതാവേ, ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. കിട്ടുന്നില്ലല്ലോ എനിക്ക്. ഇത് ദൈവമേ. മതിയോ? കേക്ക് എൻ്റെ പൊന്നെ മതി. അനങ്ങല്ലെന്ന് പറ അവളോട്, വയക്കൊണ്ടാക്കല്ലേന്ന് പറ. അടിപൊളി, സൂപ്പർ സുന്ദരിയായി കേട്ടോ അവള്. അയ്യോ സുന്ദരി മറിയാമേ. മറുകോ? മറുക്. നല്ലായേ, ചുണ്ടിരിയായേ. അമ്മ ബേബിയുടെ കണ്ണേതാ മോനെ? കണ്ണെന്തി ബേബിയുടെ? ബേബിയുടെ കാലേതാ? തൊട്ട് കാണിച്ച് കാല്. കൈ എന്തിയ ബേബിയുടെ? ടമ്മുടി എന്തിയ ബേബിയുടെ? പിന്നെ ഉടുപ്പേതാ ബേബിയുടെ? ഉപ്പ്. മൂക്കേതാ ബേബിയുടെ? അയ്യോ അയ്യോ ബേബിയുടെ ചമ്മുടിയുണ്ട്. അയ്യോ ഏമ്മേ. ഉറങ്ങിക്കോളാൻ പറ, പാട്ട് പാടിച്ചു കൊടുക്കും. വാവോ പാടേ പാടേ. ഉറങ്ങിയോ? എന്നാൽ നമുക്ക് പോയി കിച്ചണിൽ പണി ചെയ്യാം അല്ലേ? നമുക്ക് കഞ്ഞിയും കറിയൊക്കെ വെക്കാം. വടിയോ? കിട്ടിയ വടി. അങ്ങനെ എത്തി നോക്കരുത്, താഴോട്ട് തോന്നു വീഴും. പൂവ്. കാറ്. അയ്യോ എൻ്റെ അമ്മ ഒരു ഒച്ച കേട്ടോ. പൊട്ടിപ്പോയി. അയ്യോ
എൻ്റെ അമ്മേ ഇന്നമ്മയുടെ വീട്ടിൽ പോയെന്ന് വിച്ചു. ഇന്നമ്മയുടെ അടുത്ത് പോയെന്ന് വിച്ചു. പോട്ടെ അല്ലേ? കാറ്റോ? എവിടെ? ആ കാറ്റുണ്ടോ? ചെയ് കൊണ്ട് നീ നിൽക്ക്. ആ തല്ലും. ആര് തല്ലും? ആരാ തല്ലുന്നേ? ആ കൊക്കച്ചു ഉണ്ടവിടെ. കൊക്കച്ചു കടിക്കും കേട്ടോ. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? മൈൻഡിപ്പ് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാണുന്നതൊക്കെ ഇച്ചിരി ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് വെക്കും. പക്ഷെ മൈൻഡിപ്പ് കൊടുത്തില്ലായിരുന്നു. അപ്പം നമ്മൾ കുറേ സന്തോഷിക്കുന്ന കാണുമ്പോഴത്തേനും നമ്മളിങ്ങനെ എത്തേറ്റ് ചെയ്യാനായിട്ട് ചിലവർ അപൂർവം ചില കീടങ്ങൾ വരുന്ന കേട്ടോ. അപ്പം അവരോടുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊന്നും വിഷമിക്കേണ്ട കേട്ടോ, ആരോടും അല്ല. കാരണം നമ്മുടെ സന്തോഷം ചിലർക്ക് അങ്ങ് സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ വന്നിട്ട് അങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ടിങ്ങനെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഇതല്ലേ, കാര്യമല്ലേ. ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും ഞാൻ ഇന്നാളും ഒരു വീഡിയോയ്ക്ക് തോന്നുന്നു, ആരോടെങ്കിലും ഒരാളോടെങ്കിലും ഞാൻ എനിക്ക് പൈസ തരാമോ, ഡ്രസ്സ് തരാമോ, അല്ലെങ്കിൽ എനിക്ക് എന്നെ സഹായിക്കാമോ എന്ന് ഒറ്റ ഒരു വ്യക്തിയോട്, ഒത്തിരി പേരൊന്നും വേണ്ട, അത് തെളിവ് സഹിതം പറഞ്ഞു കേട്ടോ. അല്ലാതെ കമൻറ്റ് വന്ന് ഇങ്ങനെ പറഞ്ഞാൽ അയ്യോ ഞാൻ നിങ്ങളെന്നോട് ചോദിച്ചില്ലെന്ന് അത് ആർക്കും ഫേക്ക് ഐ ഡി ഒക്കെ ഉണ്ടാക്കിയിടാൻ പറ്റും. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവും കാര്യങ്ങളുമായിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ കേൾക്കാനൊരു രസമുണ്ട്, ഒരു സുഖമുണ്ട്. അല്ലാണ്ട് ചുമ്മാ എരുന്നു തെണ്ടി അതൊന്നും എന്നെ പറയണ്ട. കാരണം ഞാൻ ആരോട് ഇന്ന് വരെ ദൈവം സഹായിച്ച് നമ്മുടെ ഏറ്റവും മോശം അവസ്ഥയാണ് ഒരു ആളുടെ മുമ്പിൽ പോയി തെണ്ടുക അല്ലെങ്കിൽ ഇറക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്നത് ഏറ്റവും വളരെ മോശമാണ്. കാരണം മോശം സമയമാണ് അല്ലേ. നമുക്ക് സ്വന്തമായിട്ട് പണി ചെയ്ത് ജീവിക്കാൻ പറ്റാണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോഴോ ഒക്കെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നത്. പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ ഇതുണ്ട്, സാഹചര്യമുണ്ട്. അതനുസരിച്ചാണ് ഓരോ മനുഷ്യരും. ഇപ്പം നമുക്ക് നാളെ എനിക്ക് എന്താ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്ന് നിങ്ങളുടെ മുമ്പിലൊക്കെ ഇറക്കുവാണെങ്കിൽ അങ്ങനെയുള്ളവർ പറയട്ടെ. അല്ലാണ്ട് നമ്മൾ സന്തോഷമായിട്ട് ഇതെൻ്റെ ഒരു തൊഴിലാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലതായിട്ട് പണി ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു ചെറിയൊരു വരുമാനം, അത് എന്നെ സംബന്ധിച്ചൊരു വലിയ വരുമാനം തന്നെയാണ്. ആ ഒരു വരുമാനത്തിൽ നിന്നും പിന്നെ എൻ്റെ ചേട്ടായി നല്ല കഷ്ടപ്പെട്ട് എനിക്ക് ചെലവിന് കൊണ്ട് തരുന്നുണ്ട്. പിന്നെ ഞാൻ ഇറന്നു തെണ്ടിയെന്നൊന്നും പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ആരോടും അല്ല. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയും ദുരിതവും ദുഃഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആരുടെ മുമ്പിൽ ഇന്ന് വരെ ഇറക്കാൻ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം ഞാൻ കഷ്ടപ്പെടാൻ എനിക്ക് മനസ്സുണ്ട്. അത് അടുക്കളപ്പണി ആയിക്കോട്ടെ, വീട്ടുപണി ആയിക്കോട്ടെ, എന്ത് പണി ചെയ്തിട്ടാണേലും അതിൽ നിന്ന് കിട്ടുന്ന കാശ് വെച്ച് എനിക്ക് ജീവിക്കാൻ അന്തസ്സായിട്ട് ഞാൻ പഠിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനത്തെ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചത്. അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ, ഇട്ടയാൾക്കൊന്ന് മനസ്സിലായിക്കോട്ടെ. അവളുടെ ഡാഡിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അല്ല അവൻ്റെ ഡാഡിയോട് ചോദിച്ചിട്ടുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ആ പേര് ഞാൻ മറന്നു കേട്ടോ, അതുകൊണ്ട് അവനാണോ അവളാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ ആയിട്ട് ഉള്ള സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് സന്തോഷമായിട്ടിരിക്കും. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്നും എനിക്കറിയാം. ഒത്തിരി പേര് എന്നെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, ഗിഫ്റ്റ് തരുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പം ചിലർക്ക് അങ്ങോട്ട് എന്താ പറയുക, അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ അല്ലേ. എന്നോട് സ്നേഹിക്കുന്നവരെല്ലാവരും തന്നെ പറയാറുള്ളതാണ്. എന്നാലും അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാലും ഓടിപ്പോയി നമ്മൾ മറുപടി കൊടുക്കേണ്ടടുത്ത് മറുപടി കൊടുക്കണ്ടേ. നമ്മൾ ശബ്ദിക്കാതിരിക്കുന്നതിനനുസരിച്ച് നമ്മളെ എന്നാ പറയുന്നത് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശബ്ദിക്കണ്ടേ. അതുകൊണ്ട് മാത്രം പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്കുള്ള എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിലും അവലോടൊന്നും ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.